വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഇതുണ്ട്, പിന്നെ സന്ധ്യനാമം ചൊല്ലി. അപ്പോൾ മൈക്ക് ഉണ്ട്, അപ്പോൾ മൈക്ക് കേൾപ്പിക്കാൻ. അപ്പോൾ വേറെ ആരും കേൾക്കുന്നില്ല, അടുത്താണ് വീട്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നെ ഒരു ഇച്ചിരി മദ്യപിച്ച് നിന്ന ഒരാൾ, ഒരു സ്പിരിച്വലിസ്റ്റ്, പുള്ളി തടഞ്ഞു നിർത്തി. എന്നിട്ട് നിൽക്കട അവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ കയറി പിടിച്ചിട്ട് നീ ഇപ്പം എന്തോ പാടിയത്? ഞാൻ പറഞ്ഞു എന്തോ പാടിയത്? ഞാൻ പറഞ്ഞു ഒരുപാട് പാടി, സന്ധ്യനാമം മൊത്തം കുറേ ഉണ്ട്. അല്ല നീ ഇപ്പൊ ബാലിയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു ബാലിയോ? ആരാണ് ഈ ബാലി? അല്ല ബാലി, ഞാൻ പറഞ്ഞു ബാലി, ആ വരി നിനക്കൊന്ന് ചൊല്ലാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കൈ കയറി പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കൊച്ചുകുട്ടിയല്ലേ, അയാളാണെങ്കിൽ നല്ല സ്മെല്ലും അടിക്കുന്നു. ഞാൻ പറഞ്ഞ് ആ വരി അവസാനം ഞാൻ പറഞ്ഞു, ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ച അമ്പിനാൽ കൊല കഴിച്ച രാഘവ മുകുന്ദരാമ പാഹിമ എന്നാണ് പറയുന്നത്. ശ്ലോകമാണ് അല്ലേ, സന്ധ്യാനാമത്തിലുള്ളതാണ്. അപ്പൊ നീ ഒരു മനുഷ്യനാണോടാ? ഞാൻ ചോദിച്ചു, ഒളിച്ചു നിന്നൊരുത്തനെ കൊല കഴിച്ചവന് നീ പാഹിമ ജയ് വിളിക്കുന്നു, നീ ഒരു മനുഷ്യനാണോടാ? ഇതൊക്കെ നീ വായിച്ചു നോക്കിയിട്ട് തന്നെയാണോ നീ വിളിച്ച് മെക്കി കൂടെ പോകുന്നതെന്ന് ചോദിച്ചു. എനിക്ക് പെട്ടെന്നൊരു ഇത് തോന്നി. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ കൈ വിട് എന്നൊക്കെ പറഞ്ഞു, വിടാ കൈ എന്നൊക്കെ പറഞ്ഞ് ഒറ്റ ഓട്ടം വീട്ടിലേക്ക്. പക്ഷെ ആ ഒരു ചോദ്യം അയാൾ ചോദിക്കുമ്പോൾ തന്നെ എന്നിലൊരു ചോദ്യം വരികയാണ്. ഞാൻ ഉടനെ കയറി എത്തിച്ചൊന്നും ആയില്ല കേട്ടോ, വർഷങ്ങളൊക്കെ എടുത്ത. എന്നാലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള ട്രിഗേഴ്സ് ഉണ്ടാവും. ആ ട്രിഗേഴ്സ് നമ്മൾ ലോജിക്കലായിട്ട് തന്നെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഭൂമി ഉരുണ്ടതാണോ എന്ന് പറയുന്നതിന് പണ്ട് അരിസ്റ്റോട്ടിൽ കണ്ടെത്തിയ ഒരു 8 കാരണങ്ങൾ.